السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال عن النبي صلى الله عليه وسلم قال إن العبد ليتكلم بالكلمات من رضوان الله لا يلقى بالا يرفع الله بها درجات وإن العبد يتكلم بكلمات من سخط الله لا يلقى لها بالا يهوي بها في جهنم رواه البخاري. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ശരീരത്തിൽ നൽകിയ ഏറ്റവും അനുഗ്രഹീതമായ അവയവമാണ് നാവ്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ അപകടകരമായ ഒന്നും നാവ് തന്നെയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ സ്വർഗ നരകങ്ങൾ വരെ തീരുമാനിക്കാൻ നാവ് ഇടയാവും. നല്ലതിൻ്റെ നാവും നാശത്തിൻ്റെ നാവും അള്ളാഹു തന്നത് വായിൽ തന്നെയാണ്. അതും ഒന്ന് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് രണ്ടും ആയിത്തീരും. ആപ്പിൾ ഉപയോഗിച്ചാൽ കത്തി കൊണ്ട് മുറിക്കാനും കഴിക്കാനും അതിൻ്റെ രസം അനുഭവിക്കാനും കഴിയും. ആ കത്തി തന്നെ കയ്യിൽ തട്ടി മുറിഞ്ഞാൽ ആ രസം മുഴുവൻ പോവുകയും ചെയ്യും. പിന്നെ അതിൻ്റെ നീറ്റിൽ അനുഭവിക്കേണ്ടി വരും ദിവസങ്ങളോളം. പക്ഷേ നാവ് കൊണ്ട് കുത്തിയ മുറിവ് ദിവസങ്ങളല്ല, പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും മുറിഞ്ഞ കലകൾ ഒരുപക്ഷെ മാഞ്ഞു പോയാലും ഹൃദയത്തിൽ ഏറ്റ മുറിവിൻ്റെ ആ രക്തത്തിൻ്റെ കിനിവ് പലപ്പോഴും അവിടെ അവശേഷിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, നിങ്ങൾക്കിതാ ഞാൻ ബോണ്ട് എഴുതിത്തരാം, ഞാൻ ജാമ്യം നിൽക്കാം. എന്തിന്? മയ്യദ്മൻ ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മൻ ലഹുൽ ജന്ന. എനിക്ക് നിങ്ങൾ ബോണ്ട് എഴുതിത്തരണം, നിങ്ങൾ ജാമ്യം നിൽക്കണം. എന്തിന്? വായിൽ ഉള്ള, അതായത് രണ്ട് താടിയെല്ലുകൾക്ക് ഇടയിലുള്ള അവയവത്തെക്കുറിച്ചും രണ്ട് കാലുകൾക്കിടയിലുള്ള അവയവത്തെക്കുറിച്ചും നാവിനെക്കുറിച്ചും ലൈംഗിക അവയവത്തെക്കുറിച്ചും നിങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കുകയാണെങ്കിൽ അത് അനാവശ്യമായ മാർഗത്തിൽ ഉപയോഗിക്കുകയില്ല എന്ന് ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരാം. അത്ര എളുപ്പമുള്ളൊരു സംഗതിയല്ല എന്നുകൊണ്ടാണ്. ഉദാഹരണമായി ബാങ്കിൽ നിന്ന് നമുക്ക് ലോണ് തരാമെന്ന് പറഞ്ഞു, എത്ര വേണ്ടുള്ളൂ? ഒന്നും വേണ്ട. നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരാളെ സാലറി സർട്ടിഫിക്കറ്റ് ഒന്ന് വെച്ചാണ് നമ്മളാരെങ്കിലും കൊടുക്കുമോ? കിട്ടുമോ? അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ നടക്കുകയായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം. എന്നാൽ ഇതിനേക്കാളൊക്കെ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ ചെന്നിട്ട് പറയുകയാണ്, യാ റസൂലുള്ളാഹ്, ഖുൽതു യാ റസൂലുള്ളാഹ് മൻ നജാത്ത്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വിജയിക്കണം, ആ രക്ഷപ്പെടണം ഇവിടുന്ന്. ആ രക്ഷയുടെ മാർഗം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അംസിക് അലൈക ലിസാനുക, നീ നിന്റെ നാവിനെ നീ പിടിച്ചു കെട്ടുക. അംസിക്, നീ പിടിക്കുക, ലിസാനക, നിന്റെ നാവിനെ. മൻ നജാത്ത്, നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. അതിനെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞില്ല എങ്കിൽ പരാജയപ്പെടുകയും ചെയ്യും, സ്വർഗനരകത്തിൽ ചെന്നു ചാടുകയും ചെയ്യും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഏതെങ്കിലും ഒരടിമ അവൻ സംസാരിക്കുന്നു, ഇന്നൽ അബ്ദ ലയതകല്ലമു ബികലിമാത്തിൻ മിൻ റിദ്വാനില്ല, അല്ലാഹുവിന് തൃപ്തികരമായ ഒരു വാക്കാണ് അയാൾ സംസാരിക്കുന്നതെങ്കിൽ ലാ യുൽഖാ ബാലൻ, അയാൾ അതൊരു വലിയ കാര്യമായിട്ടൊന്നും സംസാരിച്ചതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ വസഖീലത്താനി അലൽ മീസാൻ വഖഫീഫത്താനി അലൽ ലിസാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്നു, വലിയ ഗൗരവമൊന്നും ഇതിന് കാണിക്കുന്നില്ല എങ്കിൽ യർഫഉല്ലാഹു ബിഹാ ദറജാത്തിൽ, അയാളിങ്ങനെ പടിപടിയായിട്ട് അള്ളാഹു ഉയർത്തിക്കൊണ്ടേ വരും. ദുനിയാവിൽ ഒരു പക്ഷെ വട്ടപൂജയായിരിക്കും. ഭാര്യയുടെ കണ്ണിൽ നാട്ടുകാരുടെ ഇടയിൽ 10 വയസ്സില്ലാത്തവൻ, പണിയില്ലാത്തവൻ, തൊഴിലില്ലാത്തവൻ, ആകെ ചെയ്യാൻ നിൽക്കരിക്കുക എന്നൊരു വെറും ഒരു വേസ്റ്റ് എന്ന രൂപത്തിൽ നമ്മളങ്ങനെ സൈഡാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അള്ളാഹ് അതല്ല ചെയ്യുന്നത്. അള്ളാഹ് അതിങ്ങനെ ഓരോ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറിനൊക്കെ ദറജകൾ ഇങ്ങനെ ഏറ്റുകയാണ്. എന്നാൽ മറ്റൊരാൾ ഇന്നല്ലാതെ ഏത്തക്കെല്ലാം കലിമാത്തിൽ മീൻസ് സഖത്തില്ല,
അള്ളാഹ്ക്ക് കോപകരമായ ഒരു വാക്കാണ് പറയുന്നത്. ലാ യൽഖാ ബിഹാ ബാലൻ, അതും ഇതുപോലെ തന്നെ ഗൗരവം മുന്നിൽ കാണിച്ചിട്ടില്ല. യഹ്വി ബിഹാ ഫി ജഹന്നം, അവൻ അത് കാരണമായിട്ട് ജഹന്നമിൽ പോകേണ്ടി വരും. നരകത്തിലെ ഒരു വലിയ നരകത്തിന്റെ പേരാണ്. അധിക തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും അടിത്തട്ടിൽ ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, മുനാഫിക്കുകൾ വിശ്വാസത്തിലും ഇടപാടിലും ഏർപ്പാടിലും ഒക്കെ കപടതകൾ വെച്ച് പുലർത്തുന്ന ആൾക്കാർക്ക് ആ ജഹന്നം എന്ന നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും എന്നൊക്കെ ഹദീസിൽ കാണാൻ പറ്റും. അള്ളാഹുവിന് പൊരുത്തം ഇല്ലാത്ത, ഇഷ്ടം ഇല്ലാത്ത ഒരു വാക്ക് ഉച്ചരിച്ചു എന്നതിൻ്റെ പേരിൽ ജഹന്നം എന്ന നരകത്തിലേക്ക് പോയി വീഴാൻ കാരണമായി തീരും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവനവന് അള്ളാഹു നൽകിയ ഈ അവയവം കൃത്യമായി ഉപയോഗപ്പെടുത്താനും അത് അള്ളാഹുവിന് പൊരുത്തവും ഇഷ്ടവുമുള്ള മാർഗത്തിലായി തീരാനും ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി പ്രയാസപ്പെട്ട ആശുപത്രികളിലും വീടുകളിലും കഴിഞ്ഞു കൂടുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും മരണം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കി അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസാലികളും സുദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമളാനിൽ നാം നിർവഹിച്ച എല്ലാ ഇബാദത്തുകളും അവയിലെ ന്യൂനതകൾ പരിഹരിച്ച് അള്ളാഹു കുറ്റമറ്റ കബൂലായ അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റയ്യാൻ എന്ന സ്വർഗ്ഗ കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവശേഷിക്കുന്ന അതിൻ്റെ രാവും പകലും ഹയാത്താക്കാൻ അള്ളാഹു നമുക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.